കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവമാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ KGMCTA വാദങ്ങൾ തള്ളി കുടുംബം. കുട്ടിയുടെ നാക്കിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മ. നാക്കിലെ കെട്ടിന് പ്രാധാന്യം കൊടുത്തതാണെങ്കിൽ അത് മാതാപിതാക്കളെ അറിയിക്കേണ്ടതുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും കുടുംബം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവമാറി ശസ്ത്രക്രിയ ചെയ്ത കുട്ടിയുടെ മാതാവ് കേരള വിഷൻ ന്യൂസിനോട് ചേരുകയാണ്. നിങ്ങൾ എന്ത് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് പോയത്? എന്താണ് കുട്ടിയുടെ മാതാവ് എന്നുള്ള രീതിയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? വിരലുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് ചെയ്തത് നാവിൻ്റെ അടിയിലാണ്. ഇത് എപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? എപ്പോഴാണ് അവളെ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി, പിന്നെ വരുന്നത് നാവിൻ്റെ അടിയിൽ പഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോഴറിയുന്നത് നാവിൻ്റെ അടിയിലാണ് ചെയ്തതെന്നുള്ളത്. ഇത് നിങ്ങളുടെ ഡോക്ടറുടെയും നഴ്സിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവള് പറഞ്ഞു ഓള് കരഞ്ഞപ്പോൾ അടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. അവൾക്ക് അബദ്ധം പറ്റിയെന്നാണ് പറഞ്ഞത്. ഇതിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് ആശുപത്രിയിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇനിയൊരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതില്ല. അതിനു വേണ്ടി മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിലിപ്പോൾ ഡോക്ടർമാരുടെ സംഘടനയടക്കം പറയുന്നത് നാക്കിലെ കെട്ടിന് പ്രാധാന്യം ചെയ്തു എന്നുള്ളൊരു പ്രതികരണമായിട്ടാണ് ഡോക്ടർമാരുടെ സംഘടനയടക്കം വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? അങ്ങനെ ചെയ്യുമ്പോൾ പോലെ നമ്മളോട് പറയണ്ടേ, നമ്മളെ ഒപ്പൊക്കെ ഇട്ട് വാങ്ങണ്ട. അതൊന്നും ചെയ്തിട്ടില്ല. അതായത് ഡോക്ടറോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നാവിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല? ഇല്ല, അവൾ നമ്മോട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ്, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു വേദന ഉണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇനി തുടർന്നും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജിനെ സമീപിക്കാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വരാൻ പറഞ്ഞു വിരലിൻ്റെ. അപ്പോൾ അതിന് പോകാം. ഇതിൽ ഡോക്ടർ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയായിരുന്നു ഡോക്ടറുടെ പ്രതികരണം? അതായത് ഡോക്ടർ ഇപ്പോൾ പറയുന്നത് നാക്കിലൊരു കെട്ടിന് പ്രാധാന്യം കൊടുത്തു, അതിന് ചികിത്സ നടത്തി, ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഡോക്ടർ നിങ്ങളോട് മാപ്പ് പറഞ്ഞു നിങ്ങൾക്ക്, അതിനെക്കുറിച്ച് എന്താ? ഡോക്ടർ എഴുതി ഒപ്പിട്ട് തന്നു. ഓൾക്ക് പറ്റിയ അബദ്ധമാണ് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് തന്നതാണ്. ഇപ്പോൾ ഇതിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നതിൽ വസ്തുത ഇല്ല എന്നാണോ പറയുന്നത്? ഏതിന്? അതായത് നാക്കിലെ കെട്ടിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരുടെ സംഘടന അടക്കം ഡോക്ടറെ ന്യായീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതാക്കുമ്പോൾ നമ്മോട് പറയണ്ട, അതുപോലെ ചെയ്തിട്ടില്ല. ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നുള്ള ഒരു ഭാഗമാണ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ മാതാപിതാക്കളടക്കം പറയുന്നത്. ഇനിയും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കുട്ടിയുടെ മാതാവ് അറിയിക്കുന്നു. ക്യാമറ പേഴ്സൺ സജി തറയിലിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.